സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ, വർക്കല. ആറ്റിങ്ങലിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇവിടെ ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി OS അംബിക, UDF സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രൻ, NDA സ്ഥാനാർത്ഥി P സുധീർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ OS അംബിക LDF സ്ഥാനാർത്ഥി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 48% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ പാർട്ടികളെയും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ്, രണ്ടാം സ്ഥാനത്ത് UDF. വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയ്ക്ക് UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തുമാണ്. വീണ്ടും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും LDF ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുമ്പോൾ UDFന് ജനങ്ങൾ രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സെമിയോട്ടിക്ക നിങ്ങൾക്ക് വേണ്ടി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം ആറ്റിങ്ങൽ ആര് വിജയിക്കും. സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായ OS അംബിക തന്നെ ആറ്റിങ്ങൽ തുടരുമെന്നുള്ളതാണ്. പക്ഷേ വോട്ട് വിഹിതം അല്പം കുറയും, 41% എത്തുന്നു. UDF സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. NDA സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് ആറ്റിങ്ങൽ. ഇനി നമുക്ക് വർക്കല നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി V ജോയി, UDF സ്ഥാനാർത്ഥി വർക്കല കഹ, NDA സ്ഥാനാർത്ഥി S സ്മിത BJPയിലെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ V ജോയി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDFനെ വിജയത്തിൽ എത്തിപ്പിച്ച മണ്ഡലമാണിത്. ഏകദേശം 51% വോട്ട് വീതമാണ് അന്ന് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ വർക്കലയിലെ വോട്ടർമാർ എങ്ങനെയാണ് ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും ഒന്നാം സ്ഥാനം ജനങ്ങൾ കൊടുക്കുന്ന LDFനാണ്, രണ്ടാം സ്ഥാനം UDFനും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF ഒന്നാം സ്ഥാനവും LDF രണ്ടാം സ്ഥാനത്തുമാണ്. സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വർക്കല ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. LDFന് ഒരു വ്യക്തമായ മുന്നേറ്റമാണ് സെമിയോട്ടിക്കയെ പ്രവചിക്കുന്നത്. V ജോയി ഏകദേശം 43% വോട്ട് വീതം നേടും എന്നാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. UDFന് 35%, NDAക്ക് 22% വോട്ട് വീതം ലഭിക്കുമെന്നും പ്രവചിക്കുന്നു. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ഗുഡ് ഡേ.